ജി ജെ മോഗ്ലിയുടെ മറ്റേലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ജാക്കിയുടെ കൂട്ടിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ജാക്കിയുടെ കൂട്ടിൻ്റെ അടുത്തിരുന്നിട്ട് ഈ കാണുന്ന പോലെ പച്ച കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഈ കാണുന്ന കുറച്ച് ഇരുമ്പടിക്കാത്ത തുരുമ്പ് കമ്പി അലുമിനിയം കമ്പിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കമ്പി എടുത്തിട്ട് നമ്മളത് വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന പോലെ പിടിച്ചിട്ട് മരിച്ചിട്ട് നിൽക്കാത്തതുകൊണ്ട് ചവിട്ടി ദൂരെ പറഞ്ഞിട്ട് ഈ കാണുന്ന കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഈ കാണുന്ന കട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കാണുന്ന കട്ടർ വെച്ചിട്ട് എന്ത് മുറിച്ചാലും അത് മുറിയില്ല. പഴം വെട്ടിയാൽ പഴം മുറിയില്ല, ചീനിക്കിഴങ്ങ് വെട്ടിയാൽ ചീനിക്കിഴങ്ങ് മുറിയില്ല, ഒന്നും മുറിയില്ല. അത് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന കമ്പിയെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന ഒരുവിധം കടിച്ച് പറിച്ചൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്നാലും നമ്മൾ ഈ കാണുന്ന പോലെ എങ്ങനെയെങ്കിലും ഒടിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. അതിനെ ഈ കാണുന്ന ചവിട്ടി മടക്കി ഒടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒടിച്ച് മടക്കി കൃത്യമായ ഒരു അളവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണം. ഈ കാണുന്ന ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. എല്ലാ കമ്പികളും ഈ കാണുന്ന പോലെ അതേപോലെ മടക്കിയെടുക്കണം. പല സൈസിലാണ് മടക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ മടക്കി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ജാക്കിക്ക് ബോറടിച്ച് ജാക്കി റോഡിൽ കൂടെ പോകുന്ന പെമ്പട്ടി ആമ്പട്ടി എല്ലാ പട്ടികളെയും വായി നോക്കി ഈ കാണലിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ കമ്പി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കമ്പികളെ ഈ കാണുന്ന കെട്ടി ബലപ്പെടുത്തി എടുക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ വെൽഡ് ചെയ്താണ് എടുക്കുന്നത്. വെൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വെൽഡിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ കാണുന്ന പോലെ വല എടുത്തിട്ടുണ്ട്. കൊതുക് വലയല്ല, മറ്റേ കിളിക്കൂടെ അടിക്കുന്ന വലയില്ലേ, മണലൊക്കെ അരിക്കുന്ന വല, ആ വല എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം കെട്ടി സെറ്റാക്കിയതിന് ശേഷം വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ കൂട്ടിയിടുന്ന ഭാഗത്ത് പോയിട്ട് പണ്ട് വർക്ക് ചെയ്ത ഒരു തെർമോക്കോളിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അതിനെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ ആ കാണുന്ന കെട്ടിവെച്ച കെട്ടുകമ്പിക്കകത്തെല്ലാം കുത്തി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. വല കൊണ്ട് കെട്ടി അതിനകത്ത് കുത്തി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തിനകത്ത് കുത്തി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന കൈ കൊണ്ടിടിച്ച് കുത്തി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. സൂക്ഷിച്ച് കുത്തി നിറച്ചില്ല എന്നുണ്ടെങ്കിൽ കൈ മുറിയുന്നതായിരിക്കും. കമ്പി കൊണ്ടിട്ട് കാലും കൈയൊക്കെ മുറിയുന്നതായിരിക്കും. അതുകൊണ്ട് കമ്പും കല്ലും ഇതൊക്കെ വെച്ചിട്ട് ഇടിച്ചാണ് നമ്മൾ അതിനകത്ത് കുത്തി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു പ്രസ് ചെയ്താൽ മാത്രമേ ഒരു ചാക്ക് ആ കാണുന്ന തെർമോക്കോൾ വേസ്റ്റ് അതിനകത്ത് കുത്തി നിറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത്രയും കെട്ടി കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ ജാക്കി എല്ലാം നോക്കി പരിശോധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഇടിവെട്ടി മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാണുന്ന അവിടെ നേരെ എല്ലാം വാരിപ്പറക്കി കൊണ്ട് നമ്മൾ താഴെ ഫിഷ് ടാങ്കിനകത്തേക്ക് വന്നു. മനസ്സിലല്ലേ, ഫിഷ് ടാങ്കിനകത്ത് വന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും മണലും സിമന്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന മീനിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിനെ നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴയ്ക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് തൊട്ടടുത്തുള്ള മാമൻ്റെ പറമ്പാണ്. പണ്ട് വാഴയുള്ള മാമയില്ലേ, വാഴക്കൊലയുള്ള മാമൻ്റെ പറമ്പിൽ പോയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് വന്നിട്ടാണ് നമ്മൾ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അത്രയും മെനക്കെട്ടിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം ബുദ്ധിമുട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ കൊണ്ടുവന്ന വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന മണ്ണ് സിമന്റെല്ലാം കുഴച്ചെടുത്തെങ്കിലും എവിടെ വെച്ചാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങോട്ട് വെച്ചാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. എങ്ങോട്ട് വെച്ചിട്ട് ശരിയാവത്തുണ്ട്, ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് സിമന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര മേശരിമാരെടുത്ത് പണിക്ക് പോയിട്ടും മേശരിമാരൊന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവമാണ്. എങ്ങനെയാണ് ഈ കാണുന്ന വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം ഇതിനെ കുഴക്കുക എന്നുള്ള മനസ്സിലായി. എങ്ങനെ കുഴച്ചാലും വെള്ളം കളഞ്ഞിട്ട് അതിനെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജയമേശ്വരി, ജനാർദ്ദന മേശ്വരി, പാമ്പ് രായം മേശ്വരി, ഭാസ്കരൻ മേശ്വരി എല്ലാ മേശ്വരിമാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കാണുന്ന കരണ്ടിയിൽ ചാന്ത് കോരി എടുത്തിട്ട് മീനിൻ്റെ മണ്ടയ്ക്ക് അടിച്ച് തേക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന കരണ്ടി വെച്ചിട്ടാണ് തേക്കാൻ വേണ്ടി പോകുന്നത്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോകണം. എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ മേശ്വരിമാർ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും പ്രത്യേകിച്ച് പാമ്പരായ മേശ്വരി പഠിപ്പിച്ച അടവുകളെല്ലാം വളരെ സാവധാനത്തിൽ ചെയ്യാൻ വേണ്ടി പോകണം. മനസ്സിലല്ലേ, പാമ്പരായ മേശ്വരി പറഞ്ഞിട്ടുണ്ട് സാവധാനം ചെയ്താൽ എപ്പോഴും ചെയ്ത് തീർക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിച്ചിരിക്കില്ല. പ്രത്യേകിച്ച് മഴ സമയം കൂടി ആയതുകൊണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പം ലൂസാവും. മനസ്സിലായി, അപ്പം വീണ്ടും ഇളകിപ്പോയ ഭാഗങ്ങൾ വീണ്ടും വന്ന് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിമെൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കരുതിയത് മറ്റേ ഇതില്ലേ, ഈ സാധനം വെച്ച് ചെയ്യാൻ, അത് MCL വെച്ച് ചെയ്യാമെന്ന് വെച്ചത്. MCL എങ്ങാനും ചേരുന്നെങ്കിൽ എൻ്റെ പൊന്നെ 10-20,000 രൂപ MCL മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന സിമെൻറ്റിൽ ചെയ്തത് എന്തുകൊണ്ടും ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അടുത്ത് ബ്ലാക്കിയുടെ സഹോദരിയും വന്നിരിപ്പുണ്ട്, ചിഞ്ചുവും വന്നിരിപ്പുണ്ട്, എല്ലാവരും കൂടി ഈ കാണുന്ന വന്നിരിപ്പുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന മീനിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ലപോലെ തേച്ച് മിനുസപ്പെടുത്തി എടുക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലാക്കിയുടെ സഹോദരിയും തമ്മിൽ എന്തോ സ്വത്ത് വീതം വെച്ചതിന്റെ തർക്കത്തിലാണ്. അവർ തമ്മിൽ പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം നോക്കുന്നില്ല. നമ്മൾ ഈ കാണുന്ന സിമന്റ് കോരി അടിക്കാൻ വേണ്ടി പോകുന്നത്. വാലിന്റെ ഭാഗത്ത് ഈ കാണുന്ന പോലെ വളരെ സാവധാനത്തിലും ശ്രദ്ധിച്ചും വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോകും. മനസ്സിലായി, അളവ് തെറ്റാൻ പാടില്ല. ഒരു ഊഹം വെച്ചിട്ട് ഈ കാണുന്നത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യവും വ്യക്തമായിട്ട് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. മറ്റൊരാൾക്ക് കമ്മീഷൻ വർക്കായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് കമ്പിയൊന്നും കെട്ടി വെച്ചിട്ടല്ല, വെൽഡിംഗ് ഒന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ചുമ്മാ വെക്കുന്നു, അതിൻ്റെ മുകളിൽ സിമന്റ് വെച്ച് തേച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല. അതിനുശേഷം ഈ കാണുന്ന വാലിൻ്റെ ആ ഒരു വരയും കാര്യങ്ങളൊക്കെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ കാണുന്ന വരച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്ന. രൂപം വെച്ചിട്ടാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ചെറിയൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചൂല് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വിടാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ആ വാലിൻ്റെ പുറത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ സിമന്റ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോകണം. അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിനേക്കാളും മെനക്കേടാണ്. മനസ്സിലായില്ലേ, മെനക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വക പരിപാടിയൊന്നും ഇഷ്ടമില്ല. അതായത് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യുന്ന പരിപാടിയില്ല. അതൊക്കെ ഭയങ്കര തൊല്ലക്കേസാണ്. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒരു തവണ സിമന്റ് തേച്ച് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അടുത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ മുകളിൽ സിമന്റ് പൊടി വെതറിന് ശേഷം മാത്രമേ അടുത്ത സിമന്റ് തേക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൗട്ട് സിമന്റ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് തേച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ സിമന്റ് ഒട്ടിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് പാളിയായിട്ട് ഇളകി പോകുന്നതായിരിക്കും. നമ്മളിത് കമ്മീഷൻ വർക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തോന്നിയതുപോലെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കാണുന്ന അടിയിലെ ചിറക് വെക്കാൻ വേണ്ടി പോകുന്ന ഏകദേശം 6 ചിറകുകൾ അടിയിൽ മാത്രമുണ്ട്. മനസ്സിലായി, 2 സൈഡിൽ 3, ഒരു സൈഡിൽ 3, മറു സൈഡിൽ 3, അങ്ങനെ 6 ചിറകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന മീനിൻ്റെ വായു ഭാഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ ഇന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വെള്ളത്തിനകത്ത് ഇറങ്ങിയിരുന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം കണ്ണ് വെക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണ് ഈ കാണുന്ന പോലെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കരണ്ടിയുടെ
മൂട് വെച്ചിട്ടാണ് കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മൾ കുത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. വല്ലാത്ത ക്ഷീണം, ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അതുവരെ നിങ്ങൾ ഇവരെ സഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക, മനസ്സിലായില്ലേ? ഞാൻ എന്താ പറഞ്ഞു, ഇപ്പോൾ വരാം. പൊന്നി ഗർഭിണിയായോ? ഗർഭിണി ആര് പേപ്പിച്ച? പൊന്നിന് ആര് പേപ്പിച്ച? ഓ അവനാ, അവനെ കണ്ടപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് അലാറം വെച്ച പോലെ ചിഞ്ചു വരും, വൃത്തിയാക്കും, പോയി അവിടെ മൂലയ്ക്ക് പോയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ വീണ്ടും വെള്ളം തേച്ചിട്ട് സിമൻറ്റ് പൊടി വെതറിയിട്ട് അവസാനത്തെ പണി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. അവസാനഘട്ട പണി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. കൃത്യമായിട്ടൊരു ഫിനിഷിങ് നമ്മൾ ചെയ്യുന്നില്ല, മനസ്സിലായി? സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല. നമ്മൾ സ്വന്തം വർക്കായതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം തോന്നിയ പോലെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന സിമൻറ്റ് പൊടി വെതറിന് ശേഷം നല്ലപോലെ തേച്ചെടുക്കുകയാണ്. സാധാരണഗതിയിൽ മറ്റേ ഗ്രൗട്ടില്ലേ, സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട്, വെള്ളത്തിലെല്ലാം കട്ടിയായിട്ട് കലക്കിയെടുത്തിട്ട് അതിനെയാണ് തേച്ച് മിനുസപ്പെടുത്തി ഫിനിഷാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. തോന്നിയ പോലെ ഇങ്ങനെ തേച്ച് ഒരു റഫായിട്ടുള്ളൊരു പ്രതലമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. തോന്നിയ പോലെ കൈ വെച്ചിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സരസു പൂച്ച, സരസുവിനെ കണ്ട് കുറേ ദിവസമല്ലേ. സരസു ഈ കാണുന്ന ഒറ്റ കൈയും കാലും വെച്ചിട്ട് ഈ കാണുന്ന ചാടി തുള്ളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏകദേശം പരിപാടിയെല്ലാം പൂർത്തിയാക്കി എഴുതുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിക്കുക എന്നുള്ളത്. കൃത്യമായിട്ട് പെയിൻറ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നില്ല. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് തോന്നിയ പോലെയാണ് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. പഴയ അക്രിലിക് പെയിൻറ്റാണ്, ഒന്നും തന്നെ ഇതിനകത്തില്ല. ഉള്ള കളറൊക്കെ പിതുക്കി എടുത്തിട്ട് പച്ച കളർ ഒരു ആവശ്യമില്ലാതെ പിതുക്കി താഴെയിട്ട്, മനസ്സിലല്ലേ? നമ്മൾ ഈ കാണുന്ന കളർ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാലിന് ചുവപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ യഥാർത്ഥ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷുമായിട്ട് ഇതിന് യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല, മനസ്സിലായില്ലേ? നമ്മളേതായ രീതിയിൽ ഉണ്ടാക്കുന്ന റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായില്ല? അതിനെ ഈ കാണുന്ന പെയിൻറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. മുകളിൽ പച്ച കലർന്ന മഞ്ഞ, താഴെ വെള്ള കലർന്ന വെള്ള, അതിൻ്റെ മുകളിൽ ഈ കാണുന്ന കറുത്ത പുള്ളി, കൊമ്പിനെ നമ്മൾ ഈ കാണുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ചിഞ്ച് മുകളിൽ കുത്തില്ലേ, തലയുടെ മണ്ടൊരു കുത്തുണ്ട്. ആ കുത്തെല്ലാം ചിഞ്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടുണ്ട് ഉണ്ടാക്കി തെറ്റിച്ച് ചിഞ്ചു ഈ കാണാൻ തുടച്ച് പറക്കി ഞാൻ കാണാതെ എന്തൊക്കെ ചെയ്തെടുക്കുന്നതിന് പുറകിൽ ക്യാമറ ഉള്ള കാര്യം ചിഞ്ചു അറിയാതെ ചിഞ്ച് കള്ളപ്പണി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ കാണുന്ന കണ്ണിനെ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കാമെങ്കിൽ നമ്മൾ കറുപ്പിൽ വെള്ള കൊടുത്തങ്ങ് വിട്ടുന്നുള്ളൂ, മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും ഏതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. പക്ഷേ കാണാനായിട്ടൊരു മഞ്ഞക്കൂരിയുടെ ഒരു ഇതില്ലേ, സാരമില്ല. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശങ്ങളൊന്നും കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ളവരും അറിയില്ല. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിനകത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം വെള്ളം കയറുന്ന സമയത്ത് ഇതിന് ചുറ്റും വെള്ളം വരുന്നതായിരിക്കും. വെള്ളത്തിനകത്ത് കിടക്കുന്ന ഒരു മീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് മാത്രം ഫീൽ ചെയ്യും. നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടെന്നില്ല. ഈ ഒരു മീൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, മനസ്സിലല്ലേ? അപ്പോൾ നമ്മളെന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരും. അതുവരെ നിങ്ങൾ ഇത് കുറച്ചുകൂടെ കണ്ടോ വേറൊരു ആംഗിളിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. അങ്ങനത്തെ മീനുണ്ട്. ഏത് മീനാണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ തല. വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു രൂപം സിമെൻറ്റിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത്രയും കാലം നമ്മൾ സിമെൻറ്റിൽ അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. സിമെൻറ്റ് വെച്ചിട്ട് നമ്മളങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. അങ്ങനെയുണ്ട്. എൻ്റെ കൊമ്പില്ലേ, കൊമ്പൂടായ്പാണ്. നിങ്ങളത് സീരിയസ് ആണെന്ന് വിശ്വസിക്കില്ല. കൊമ്പൂടായ്പാണ്.